ഒരു സംഭവത്തേക്ക് മുൻനിർത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഇവിടെ ഇരിക്കുകയാണ്. സർ, പിന്നെ അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിച്ചത് ചില പത്ര വാർത്തകളെയാണ്, പത്രത്തലക്കെട്ടുകളെയാണ്. അദ്ദേഹം പത്രത്തലക്കെട്ടെടുത്ത സ്ഥിതിക്ക് ഞാനും പത്രത്തലക്കെട്ട് കൊണ്ട് തന്നെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു അനൗചിത്യമായി പോകുമല്ലോ. സർ, UDF സർക്കാരിന്റെ കാലത്തെ ഒരു പത്രത്തലക്കെട്ട് ഞാനിവിടെ വായിക്കാം. കേരളം ICUവിൽ എന്നതാണ്. കേരളം ICUവിൽ എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നേട്ടങ്ങളുടെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. വെന്റിലേറ്ററിലേക്ക് പോകാതിരുന്നത് 2016 ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയതുകൊണ്ടാണ്. മാതൃഭൂമി അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേടുണ്ടാവുമോ? മാതൃഭൂമി ദേശാഭിമാനി നിങ്ങൾ വിശ്വസിക്കേണ്ട. ശരി, ജനറൽ ആശുപത്രിക്ക് ചികിത്സയില്ല. ആശുപത്രിയിൽ ചികിത്സയില്ല എന്നല്ല, ആശുപത്രിക്ക് ചികിത്സയില്ല എന്നാണ്. സാർ, അനുവദിക്കാൻ പണമില്ല, അംഗൻവാടികളുടെ പ്രവർത്തനം അവതാളത്തിൽ. ശരി, മെഡിക്കൽ കോളേജിൽ ജീവനക്കാരില്ല, ലോകായുക്ത കേസെടുത്തു. എടുത്തതാണോ? രോഗിയുമായി സർക്കാർ ആശുപത്രിയിലേക്കോ കയ്യിൽ മരുന്ന് കരുതാൻ മറക്കണ്ട. അന്നത്തെ തലക്കെട്ട് എല്ലാം പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ. പ്രത്യേകിച്ച് ഇടതുപക്ഷം വന്നിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. സർ, ചില വസ്തുത അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം. 1947 എന്തായിരുന്നു കേരളത്തിലെ ആയുർദൈർഘ്യം? ഇവിടെ ഇരുന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം 45 വയസ്സാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം 75 വയസ്സ് കേരളം കൈവരിച്ചിരിക്കുന്നു. ഇനി കണക്കുകൾ നോക്കാം. മിനിസ്റ്റർ വിഷ്ണുനാഥ് അവതരിപ്പിക്കും. ആരോപണത്തിന് വേണ്ടിയില്ല, പ്ലീസ് കേൾക്കുക. അദ്ദേഹം വിസ്മരിച്ച ഒരു കാര്യം, ബോധപൂർവമോ അല്ലാതെയോ വിസ്മരിച്ചൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനവും കേരളമാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ എത്ര പേർക്ക്? 30 ലക്ഷം പേർക്ക്. എത്രയാണ് കേരളം എത്ര കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത് എന്നുകൂടി ബഹുമാനായിട്ടുള്ള അംഗം പറയാതിരുന്നത് ഞാനിവിടെ വിട്ട ഭാഗം ഞാൻ പൂരിപ്പിക്കാം. 7000 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ കേരളം നൽകിയിട്ടുള്ളത്. ഡെങ്കിപ്പനി, കൊരങ്ങുപനി എന്നിങ്ങനെ അപൂർവ രോഗങ്ങളുടെ തലസ്ഥാനമായി കേരളം മാറുകയാണ്. സാർ ഞാൻ ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. നിർമ്മാർജ്ജനം ചെയ്തു എന്ന് നാം അഭിമാനിച്ച പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരികയാണ്. നിപ്പ ബാധകൾ തുടർച്ചയാണ്. പിടിച്ചുകെട്ടി ആട്ടിപ്പായിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ നിപ്പ 18 മുതൽ 24 വരെ 5 തവണ വന്നപ്പോൾ 21 പേരാണ് സാർ കേരളത്തിൽ മരിച്ചത്. എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 400 കഴിഞ്ഞു സാർ. ഇത്രമാത്രം സാക്ഷരതയ്ക്ക് കേൾവി കേട്ട പൊതുജനാരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ രോഗനിർണയം ചെയ്താൽ എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന രോഗങ്ങൾ പോലും നിർബാധം മരണകാരിയാവുന്നു എന്നത് അമ്പരപ്പിക്കുന്നതാണ് സാർ. അതുകൊണ്ട് രോഗനിർണയത്തിലും യഥാസമയം നൽകേണ്ട ചികിത്സയിലും നാം അടിമുടി പരാജയമാണെന്നതിന്റെ സംസാരിക്കുന്ന തെളിവുകളാണ് സാർ ഇതെല്ലാം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി സാർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിഷ്ണുനാഥ് തുടങ്ങിയത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്. സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് തന്നെ വളരെ മെച്ചമായിരുന്നു. പിന്നീട് വന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഒന്നും കെട്ടിപ്പടുത്തതൊന്നുമല്ല ഇത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല സർ. വിഖ്യാതമായിട്ടുള്ള കേരള മോഡലിനെ എതിർത്താൻ UDF മാത്രമല്ല, കേരളത്തിലെ സംഘടിത വലതുപക്ഷം എക്കാലത്തും ആശ്രയിക്കുന്ന ഒരു വാദം ഇതാണ്. എല്ലാം പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ. പ്രത്യേകിച്ച് ഇടതുപക്ഷം വന്നിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. സർ, ചില വസ്തുത അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം. 1947 എന്തായിരുന്നു കേരളത്തിലെ ആയുർദൈർഘ്യം? ഇവിടെ ഇരുന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം 45 വയസ്സാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യം 75 വയസ്സ് കേരളം കൈവരിച്ചിരിക്കുന്നു. ഇനി കണക്കുകൾ നോക്കാം. പ്ലീസ്
മിനിസ്റ്റർ വിഷ്ണുനാഥ് അവതരിപ്പിക്കുമ്പോൾ ആരും അപ്പുറത്ത് മിണ്ടിയില്ല. അതുകൊണ്ട് പ്ലീസ് കേൾക്കുക. ആരും ബഹളം ഉണ്ടാക്കിയില്ല. പ്ലീസ്. അവർക്ക് അങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അപ്പൊ തോന്നിയാൽ അപ്പൊ പറയണം. കുറച്ച് ക്ഷമ കാണിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ക്ഷമയോടെ കേട്ടിരിക്കുന്നില്ലേ? അപ്പോ ആനുപാതികമായിട്ട് ഇന്ത്യയിലാകെ ആയുർദൈർഘ്യത്തിൽ ആനുപാതികമായി ഉണ്ടായ വർധനമാണോ കേരളത്തിലുണ്ടായത്? അല്ല. കേരളത്തിന്റെ ആയുർദൈർഘ്യം ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളുടെ ആയുർദൈർഘ്യത്തിനൊപ്പമാണ്. ആനുപാതികമായിട്ടുള്ള വർധനമല്ല ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ബഹളം ഉണ്ടാക്കിയത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും തോന്നുന്നു. എല്ലായിടത്തും കൂടിയിട്ടില്ല. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. കണക്കുകൾ നോക്കൂ. ഇപ്പോൾ മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 97ആണ്, കേരളത്തിൽ 19ആണ്. അതുപോലെ ആശുപത്രിയിൽ ചികിത്സ കിട്ടുന്ന രോഗികളുടെ എണ്ണം, അതായത് ഒരാൾ മരിച്ചു പോകുന്നു, മരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ 86.7% പേർക്കും ആശുപത്രിയിൽ ചികിത്സ കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ അത് 48.7%. ദേശീയ ശരാശരി 48.7%. ഇപ്പോൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് സിംഗിൾ ഡിജിറ്റിലുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ്. 6ആണ് ഇവിടെ. ദേശീയ ശരാശരി 28ആണ്. കേരളത്തിന്റെ എത്ര മടങ്ങാണ്? 4 ഇരട്ടിയിലധികമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ നവജാത ശിശുമരണ നിരക്ക് 4ആണ് കേരളത്തിൽ. 5 ഇരട്ടിയാണ് ദേശീയ ശരാശരി. 20ആണ് ദേശീയ ശരാശരി. അതുപോലെ തന്നെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണം 8ആണ് കേരളത്തിൽ മരണനിരക്ക്. ദേശീയ ശരാശരി 4 ഇരട്ടി 32ആണ്. 99.9% അമ്മമാർക്കും ആശുപത്രിയിലാണ് നടക്കുന്നത്. ആശുപത്രി കെയർ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവാണ്. പിന്നെ അദ്ദേഹം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തി. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വിസ്മരിച്ച ഒരു കാര്യം, ബോധപൂർവമോ അല്ലാതെയോ വിസ്മരിച്ചൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനവും കേരളമാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ എത്ര പേർക്ക്? 30 ലക്ഷം പേർക്ക്. എത്രയാണ് കേരളം എത്ര കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത് എന്നുകൂടി ബഹുമാനായിട്ടുള്ള അംഗം പറയാതിരുന്നത് ഞാനിവിടെ വിട്ട ഭാഗം ഞാൻ പൂരിപ്പിക്കാം. 7000 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ കേരളം നൽകിയിട്ടുള്ളത് 30 ലക്ഷം പേർക്ക്. അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ സ്വകാര്യ ആശുപത്രികളുണ്ട്, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട്, അവരവിടെ പോയിട്ടുണ്ടാവും. അപ്പം ശരാശരി വരുമ്പോൾ ആ വ്യത്യാസം വന്നിട്ടുണ്ടാവും. പക്ഷേ 30 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കരൾ മാറ്റിവെക്കൽ 40 ലക്ഷം രൂപ ചെലവ് വരുന്ന കരൾ മാറ്റിവെക്കൽ കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കിയ ഗവൺമെന്റാണ് സർ ഈ ഗവൺമെന്റ്. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ഈ കാലഘട്ടത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. 2022 ഫെബ്രുവരിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കരൾ മാറ്റിവെക്കൽ നടന്നത്, വിജയകരമായിട്ട് നടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ആരംഭിക്കും. സർ, ഇന്ത്യയിൽ വേറെ ഏത് ബഹുമാന്യനായിട്ടുള്ള അംഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ പോലെ, ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ഒരു ശസ്ത്രക്രിയ, ലക്ഷക്കണക്കിന് രൂപ വരുന്ന ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യമുള്ളത്? വേറെ എവിടെയാണുള്ളത് കേരളത്തിലല്ലാതെ? സർ, എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്താദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാൾവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും നടത്തുകയുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രി ജില്ലാ തലത്തിലുള്ള ആശുപത്രിയിൽ ഉണ്ടാവുന്നത്. സർ, സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി RCCയിലും MCCയിലും മലബാർ ക്യാൻസർ സെന്ററിൽ ആരംഭിച്ചു. അങ്ങേക്ക് അറിയാവുന്നതാണ്, അങ്ങയുടെ മണ്ഡലത്തിലാണ് MCC. സർ, സ്ട്രോക്ക്, പക്ഷാഘാതം തുടങ്ങിയ നിരവധി കാരണങ്ങൾ മൂലം ചലനശേഷി നഷ്ടമായവരെ വീണ്ടും നടത്താൻ പഠിപ്പിക്കുന്ന AI സാങ്കേതിക വിദ്യയോടെയുള്ള ജിഗൈറ്റർ രാജ്യത്ത് ആദ്യമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചു. ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് കൗണ്ടറുകൾ ആരംഭിച്ചു. സർ, ഇങ്ങനെ നീണ്ട നേട്ടങ്ങളുടെ പട്ടിക പറയാനുണ്ട്. നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക എന്റെ കൈവശം ഇരിക്കുകയാണ്. നിങ്ങൾക്ക് 2022 ഒരു സംഭവത്തെ, പിന്നെ 25-ലുണ്ടായ ഒരു സംഭവത്തേക്ക് മുൻനിർത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഇവിടെ ഇരിക്കുകയാണ്. സർ, പിന്നെ അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിച്ചത് ചില പത്രവാർത്തകളെയാണ്, പത്രത്തലക്കെട്ടുകളെയാണ്. അദ്ദേഹം പത്രത്തലക്കെട്ടെടുത്ത സ്ഥിതിക്ക് ഞാനും പത്രത്തലക്കെട്ട് കൊണ്ട് തന്നെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു അനൗചിത്യമായി പോകുമല്ലോ.
സർ, UDF സർക്കാരിന്റെ കാലത്തെ ഒരു പത്രത്തലക്കെട്ട് ഞാനിവിടെ വായിക്കാം. കേരളം ICUവിൽ എന്നതാണ്. കേരളം ICUവിൽ എന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ നേട്ടങ്ങളുടെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. വെന്റിലേറ്ററിലേക്ക് പോകാതിരുന്നത് 2016 ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ICUവിൽ എത്തിച്ച നിങ്ങൾക്ക് അതിവേഗത്തിൽ വെന്റിലേറ്ററിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ICUവിലാക്കിയ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ കേരളം ആശുപത്രി കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ ഗവൺമെന്റ് ആശുപത്രി കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. തലക്കെട്ടുകൾക്കും എഡിറ്റോറിയലുകൾക്കും ക്ഷാമം അക്കാലത്തും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ആകെ കണ്ടുപിടിക്കാൻ പറ്റിയ 1-2 തലക്കെട്ടാണ്. മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേടുണ്ടാകുമോ? മാതൃഭൂമി. ഏത് പത്രമാവാം, തരാതരം പോലെ നമുക്ക് കൊടുക്കാമല്ലോ. മാതൃഭൂമി. മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ടി വരുമോ? ഡോക്ടർമാരുടെ ക്ഷാമം, സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിൽ. സർക്കാർ ആശുപത്രികൾ അല്ല, അങ്ങ് പത്രത്തലക്കെട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ. അല്ല, മാതൃഭൂമി അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേടുണ്ടാവുമോ? മാതൃഭൂമി. ദേശാഭിമാനി നിങ്ങൾ വിശ്വസിക്കേണ്ട. ശരി. ജനറൽ ആശുപത്രിക്ക് ചികിത്സയില്ല. ആശുപത്രിയിൽ ചികിത്സയില്ല എന്നല്ല, ആശുപത്രിക്ക് ചികിത്സയില്ല എന്നാണ്. സാർ, അനുവദിക്കാൻ പണമില്ല. അംഗൻവാടികളുടെ പ്രവർത്തനം അവതാളത്തിൽ. ശരി. മെഡിക്കൽ കോളേജിൽ ജീവനക്കാരില്ല. ലോകായുക്ത കേസെടുത്തു. എടുത്തതാണോ? രോഗിയുമായി സർക്കാർ ആശുപത്രിയിലേക്കോ കയ്യിൽ മരുന്ന് കരുതാൻ മറക്കണ്ട. അന്നത്തെ തലക്കെട്ട്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം. മാതൃഭൂമി. ദേശാഭിമാനിയാണെങ്കിൽ മാത്രമല്ലേ പരാതിയുള്ളൂ. മാതൃഭൂമിയാകുമ്പോൾ പരാതിയില്ലല്ലോ. സ്കാനിങ്ങോ 2 മാസം കഴിഞ്ഞു വാ. ഇതാണ് വേറൊരു തലക്കെട്ട്. അറ്റകുറ്റപ്പണിയില്ല. 108 ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു. അപ്പൊ ആരോഗ്യമേഖല ICUവിലായി എന്ന് മാത്രമല്ല, ആംബുലൻസ് വെന്റിലേറ്ററിലായി. നിങ്ങൾ പറഞ്ഞത് ശരിയാ, വെന്റിലേറ്ററിലായി. അത് ആംബുലൻസ് വെന്റിലേറ്ററിലായി. 108 ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു. ക്ഷയിക്കുന്ന ആരോഗ്യം. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ICUവിൽ. സർ, ഇനി എന്താ വേണ്ട? ഇനി വേണോ? അങ്ങ് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. സർ, അല്ല, സ്പീക്കർ അനുവദിക്കെങ്കിൽ കൊണ്ടുവരാം. എക്സിബിഷൻ തന്നെ എക്സിബിഷൻ തന്നെ ഇവിടെ നടത്താൻ മാത്രം തലക്കെട്ടുകൾ അക്കാലത്തുണ്ട്. മിനിസ്റ്റർ പറഞ്ഞോളൂ. അപ്പൊ അതെ, അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ED കേസ് നേരിടുകയാണ്. നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊപ്പിയിലൊരു തൂവലാണ്. ഈ പറഞ്ഞ തലക്കെട്ടുകളൊന്നും നിങ്ങൾക്ക് അലങ്കാരമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പിയിലൊരു തൂവലായി നിങ്ങളുടെ കാലത്ത് ആരോഗ്യമന്ത്രി ഇപ്പൊ ED കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സർ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ഞാൻ പറഞ്ഞു. 50,000 ശസ്ത്രക്രിയ ഒരു കൊല്ലം ഒരു മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ്. 50,000 ശസ്ത്രക്രിയ നടന്നതിൽ ഒരു പിഴവ് സംഭവിച്ചു. ആ പിഴവിനെ മുൻനിർത്തി മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാമോ? 10 ലക്ഷം പേരാണ് ഒരു വർഷം ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം വരുന്നത്. 10 ലക്ഷം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആകെ വരുന്നവരുടെ എണ്ണം എത്രയായിരിക്കും? ലക്ഷക്കണക്കിന് ആൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു തവണ ഒരു സാമ്പിൾ ഒരു ജീവനക്കാരന്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ മുഴുവൻ സ്ഥിതി ഇതാണ് എന്ന് ജനറലൈസ് ചെയ്യാമോ? സാമാന്യവൽക്കരിക്കാമോ? അതാണ് ചോദ്യം. ഞാൻ നേരത്തെ മരുന്നിന്റെ കാര്യവും കണക്കൊക്കെ പറഞ്ഞതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ മികച്ച നിലയിലാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനമുള്ളത്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം ഇവിടെ കുറേ പനിയുടെ പേര് പറഞ്ഞു. ഈ പനിയെല്ലാം കേരളത്തിൽ വരുന്നു. ലോകത്തെവിടെ എന്ത് അസുഖമുണ്ടായാലും അത് കേരളത്തിലുണ്ടാവുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം? അതിൻ്റെ ഒരു കാരണം ഈ കൊച്ചു കേരളം ഒരു കൊച്ചു കേരളമല്ല, അത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കേരളമാണ് എന്നതാണ്. അപ്പം ലോകത്തെവിടെയെങ്കിലും ഒരു രോഗം പുതുതായിട്ട് വന്നാൽ കേരളത്തിൽ ആദ്യം എത്തുമെന്ന് പറഞ്ഞാൽ കേരളം ഒരു ആഗോള സമൂഹം കൂടിയായി മാറിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ ആദ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. കാരണം മലയാളികൾ അത്രമാത്രം ലോകവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു കാരണം. എന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞ എല്ലാ പനിയും കേരളത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്.
വന്ന രോഗങ്ങളെ എത്ര ഫലപ്രദമായിട്ടാണ് കേരളം നേരിട്ടത്. കോവിഡിനെ കേരളം നേരിട്ടതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള മാതൃക ലോകം മുഴുവൻ അംഗീകരിച്ചതല്ലേ. ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് കേരളത്തിലല്ലേ ഉണ്ടായത്. അല്ല, നിങ്ങളിൽ പലരും, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ആരെങ്കിലും കോവിഡ് വന്ന് സർക്കാർ ആശുപത്രി കിടന്നിട്ടുണ്ടോ. ഞാൻ കിടന്ന ആളാ. ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി സർക്കാർ ആശുപത്രിയിലാണ് കിടന്നത്. എനിക്ക് ആകെ വന്ന ചെലവ് 17,000 രൂപയാണ് 10 ദിവസം ICUവിൽ കിടന്നിട്ട്. ജീവനും രക്ഷപ്പെട്ടു പോകുന്നത് സർക്കാർ ആശുപത്രി ഉണ്ടായതുകൊണ്ടാണ്. അതേസമയം ഡൽഹി കിടന്ന ആളുകൾക്ക് വന്ന ചെലവ് പലർക്കും എത്രയെന്ന് അറിയാം. 35 ലക്ഷം 25 ലക്ഷവും ചെലവ് വന്ന ആളുകളുണ്ട്. ആ കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഇകഴ്ത്തുമ്പോൾ നിങ്ങൾ മലർന്നു കടന്ന് തുപ്പുകയാണ് എന്ന് ചിന്തിക്കണം. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സർ, ഈ പനി ഇന്നലെ കുറെ പനി പറഞ്ഞു. വേണമെങ്കിൽ ഒരു പനി കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത് അധികാരം കണ്ടുള്ള ഒരു പനിയാണ്. അത് നിങ്ങളുടെ അസുഖമാണ്. അതിനുള്ള മരുന്ന് തൽക്കാലം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിലില്ല എന്ന് പറയാം. ബാക്കി എല്ലാ നിലയിലും കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം കുറ്റമറ്റ നിലയിൽ, കാര്യക്ഷമമായ നിലയിൽ, ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഏറ്റവും ഫലപ്രദമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭാ നടപടി നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു.